ഈ മധുവിധു വലിയ കുഴപ്പമില്ല. അതായത് ഫാമിലി ആയാലും നമുക്കായാലും ഒന്ന് കാണാവുന്ന, ഒന്ന് പങ്കെടുക്കാവുന്ന ഒരു മധുവിധു പോലത്തെ സിനിമ തന്നെയാണ് ഷറഫുദ്ദീൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഈ സിനിമ. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ എന്താ, ഒരു സിമ്പിൾ, അതായത് ഒരു റൊമാൻറ്റിക്, ഫാമിലി, ഫൺ, അങ്ങനെ കുറേ കാറ്റഗറിയിൽ പെടുന്ന ഒരു പടം തന്നെയാണിത്. ഇതിൽ എന്താ പറയുക, ഇതിലത്തെ കഥയോ കഥാപാത്രങ്ങളോ നമ്മളിതുവരെ കാണാത്ത തരത്തിലുള്ള കാര്യങ്ങളല്ലെങ്കിലും ചില സന്ദർഭങ്ങൾ, ചില സാഹചര്യങ്ങൾ ഈ പടത്തിലേക്ക് അവർ ഉൾപ്പെടുത്തിയേക്കുന്നതാണ് ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആയിട്ട് വന്നേക്കണത്. ഇതിൽ രണ്ട് തരത്തിൽ കാണേണ്ടി വരും. ഇതിൽ ഒരു സെന്റിമെന്റ്സ് ട്രാക്ക് ഇവർ കൂടുന്നത് എനിക്ക് അത്ര അങ്ങോട്ട് ഒരു വർക്കൗട്ടായി തോന്നിയിട്ടില്ല. പക്ഷെ ചില ആ സെന്റിമെന്റ്സ് ട്രാക്കിനോട് എന്താ പറയുക ചേർന്ന് പോകുന്ന തരത്തിൽ അവർ ഓവർ ഡ്രാമാറ്റിക് ആക്കാതെ അപ്പം തന്നെ ഒരു ഫൺ എലമെന്റുകൾ മേലെ ഇട്ടിട്ടാണ് പടം മൊത്തത്തിൽ പോണത്. 2 മണിക്കൂർ, ഓരോരോ മണിക്കൂറിന്റെ ഓരോരോ ഹാഫ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കാര്യമായി മുഷിപ്പോ ബോറടിയോ ഈ പടം ഒരു ഘട്ടത്തിലും തരുന്നില്ല. ഒരു ഇന്നാവാൻ കുറച്ച് നേരം എടുക്കും പടം തുടങ്ങിയിട്ട്. ഇന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സ്മൂത്ത് ഫ്ലോയിൽ പടം അങ്ങനെ പോകും. അതിന് പ്രധാന കാരണം ഷറഫുദ്ദീൻ ആയാലും ജഗദീഷ് ആയാലും അസീസ് ആയാലും പിന്നെ ഇതിൽ പുതുതായിട്ട് അരങ്ങേറ്റം കുറിക്കുന്ന ബിന്ദു പണിക്കറുടെ മോളായിട്ടുള്ള കല്യാണി പണിക്കർ ആയാലും ഒരുവിധം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഷറഫുദ്ദീൻ ഒരു നാക്ക് ഉണ്ട്. ഒരു കോമഡി ആയാലും റൊമാൻസ് ആയാലും ഒരു നാച്ചുറൽ ഫ്ലേവർ കൂടെ ആളുകളിലേക്ക് എത്തിക്കാൻ ഷറഫുദ്ദീൻ എപ്പോഴും സാധിച്ചിട്ടുണ്ട്. അത് ഇതിലും സാധിച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ചില കഥാപാത്രങ്ങൾ എടുത്തു പറയേണ്ടത് ജഗദീഷ്, അസീസ്, വിജിത വിജയകുമാർ, ശ്രീജയ് നായർ. ഇവർ ഈ പടത്തില് ഞാൻ ട്രെയിലർ കാണുമ്പോഴൊന്നും ഇവർക്കൊരു ഇത്രയധികം പ്രാധാന്യം ഉണ്ടെന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷെ പടത്തില് അവര് ഒളിപ്പിച്ച് വെച്ചതും ഇതിലൊരു സിറ്റുവേഷണൽ സ്പോയിലേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിന്റെ കഥ എന്താന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അത് സ്പോയിലർ ഇല്ലാണ്ട് പറയാൻ ശ്രമിക്കുക. ഒരു ഫണ്ണായിട്ട് കുറച്ച് തമാശകളും കുറച്ച് സെന്റിമെന്റ്സും ഒരു റൊമാൻസും ഒക്കെ ആയിട്ട് ഒരു ഫാമിലിക്ക്, യൂത്ത് ആയാലും ഫ്രണ്ട്സിനായാലും ഒരു 2 മണിക്കൂർ വലിയ കുഴപ്പമില്ലാത്ത ഒരു വാച്ച്. ഇതിൽ മ്യൂസിക് എനിക്ക് അങ്ങനെ അത്ര ഒരു ഇംപ്രസീവ് ആയിട്ട് തോന്നിയില്ല. ഇതിന്റെ ഡയറക്ടറായിട്ട് വന്നേക്കണത് വിഷ്ണു അരവിന്ദ്, റിട്ടേൺ ചെയ്തേക്കണത് ബിബിനും ജയ് വിഷ്ണുവും പോയിട്ട്. സ്ക്രിപ്റ്റിലും ഞാൻ പറഞ്ഞില്ലേ, അവര് വല്ലാണ്ട് ബോറടിപ്പിക്കാണ്ട് നമ്മളെ 2 മണിക്കൂർ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ഭയങ്കര ഗംഭീര സംഭവങ്ങൾ അവർ പറഞ്ഞിട്ടില്ലെങ്കിലും കുറച്ച് പുതിയ എന്താ പറയാ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അതൊരു ഫൺ എലമെന്റിലൂടെ അതിപ്പോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഈ പടം കണ്ടു കഴിഞ്ഞ് നിങ്ങൾ ഡിബേറ്റ് പരമായിട്ട് ചിന്തിക്കാവുന്ന ചില കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അത് ഞാൻ കൂടുതൽ പറയുന്നില്ല. പെർഫോമൻസ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാവരും വലിയ കുഴപ്പമില്ല. കല്യാണി പണിക്കര് എന്താ പറയാ, ഒരു ഇമോഷണൽ സീൻസില് ഡയലോഗ് ഡെലിവറിയില് എനിക്ക് അത്ര അങ്ങോട്ട് വർക്കായില്ല. എന്തോ ഒരു മാച്ച് ആവാത്ത പോലെയായിരുന്നു ഒരു ഇമോഷണൽ ഡയലോഗുകൾ വരുമ്പോൾ. പക്ഷെ നേരെ മറിച്ച് ഷറഫുദ്ദീനായിട്ടുള്ള റൊമാൻറ്റിക് ട്രാക്കിലൊക്കെ നല്ല കെമിസ്ട്രി ഫീൽ ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആള് ഒരു ഡീസന്റ് അരങ്ങേറ്റം തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ ജഗദീഷ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ജഗദീഷിന്റെ ചില മാനറിസങ്ങൾ അടിപൊളിയായിരുന്നു. അസീസ് നൈസായിട്ടുണ്ട്. അസീസിന്റെ ഒപ്പം പിന്നെ ഒരു വിജിത വിജയകുമാർ ഉണ്ട്. പിന്നെ മറ്റേ സഞ്ജു ടെക്കി യൂട്യൂബിലൊക്കെ ഉള്ളത്. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഉള്ളവരൊന്നും വലിയ കുഴപ്പമില്ലാണ്ട് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇത്രയും വെക്കേഷൻ സമയത്ത് ഇഷ്ടംപോലെ സിനിമകൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഈ കൊച്ചു ചിത്രം ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വലിയ കുഴപ്പമില്ലാത്ത ചിത്രമാണ്, കണ്ടു നോക്കാവുന്നതാണ്. അപ്പൊ ഇതിന് കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും എന്റെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക.